ആവർത്തന പുസ്തകം 5:16 മുതൽ. നീ ദീർഘനാൾ ജീവിച്ചിരിക്കുന്നതിന് നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് ഉണ്ടാകുവാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നീ കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, നീ മോഷ്ടിക്കരുത്, അയൽക്കാരന് എതിരെ കള്ളസാക്ഷ്യം നൽകരുത്, മോഹിക്കരുത്, അവൻ്റെ ഭവനത്തെയോ വയലിലെയോ ദാസനെയോ ദാസിയോ കാളയോ കഴുതയോ അവൻ്റെ മറ്റേതെങ്കിലും എങ്കിലുമോ നീ ആഗ്രഹിക്കരുത്. നീ ദീർഘനാൾ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിലേക്ക് നിനക്ക് നന്മയുണ്ടാകാൻ വേണ്ടി നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത ഒരു കാലം. നിനക്ക് നന്മയുണ്ടാകാൻ നീ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് പോയി നിനക്ക് നന്മ ഉണ്ടാകാൻ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാറുണ്ട്. ഇന്ന് മാതാപിതാക്കളെ ഇന്ന് അനാഥാലയത്തിലിട്ടേക്കുന്നത് ഏറ്റവും കൂടുതൽ ദൈവത്തെ അറിയുന്ന ക്രിസ്ത്യാനിയുടെ മാതാപിതാക്കളെയാണ് അനാഥാലയത്തിലിട്ടേക്കുന്നത്. ഒരമ്മ ഇന്ന് കാസർഗോഡാണെങ്കിൽ അപ്പൻ എവിടെ കിടക്കുന്നതെന്നറിയോ? ഇന്ന് പുല്ലുവിട. ഈ പ്രായമായ സമയത്ത് ഇവർക്ക് ഈ മാതാവും പിതാവിനും ഇപ്പോൾ ഈ വയസ്സെന്ന കാലത്ത് ആരോഗ്യമില്ലെങ്കിലും അവർക്ക് വയറ് നിറയുവാനും ആ ഭാര്യയും ഭർത്താവിലുമാണ് സന്തോഷമാണ്. ഒരപ്പൻ്റെ മാതാപിതാക്കളെ ഒന്ന് പകുത്തെടുത്തേക്കും. ഈ പൗത്തെടുത്താൽ ഇന്ന് എല്ലായിടത്തും കൊണ്ടുപോയിരിക്കുന്നത്. ഈ വയസ്സെന്ന കാലത്ത് അവർ നിങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും നമ്മുടെ മരുമക്കളാണ് കൊടുക്കുന്നത്. സമയത്തിന് ചിലപ്പോൾ ആഹാരം കൊടുക്കത്തില്ലായിരിക്കും. പഴങ്കഞ്ഞി വെള്ളം ഈ ദഹിക്കാത്ത മനുഷ്യന് പഴങ്കഞ്ഞി ചോറ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ദഹിക്കും? എന്നിട്ട് ദൈവത്തെ വിളിക്കും. പണ്ടൊരു അപ്പച്ചന് 12 മക്കളുണ്ട്. ഈ 12 മക്കളും ഗൾഫിലും അമേരിക്കയിലും എല്ലാം. ഈ അപ്പച്ചന് നേരം മർത്തോമയൊരു അച്ഛൻ ചോദിച്ചു, അപ്പച്ച എന്തോ വേണം? അച്ഛോ എനിക്ക് കിണ്ണത്തപ്പം വേണമെന്ന് പറഞ്ഞു. പണ്ടത്തെ കിണ്ണത്തപ്പം അറിയാമല്ലോ. അന്നേരം കൊച്ചമ്മയുണ്ട്. കൊച്ചമ്മ വന്നിട്ട് അപ്പമൊക്കെ പുഴുങ്ങി ലോകയ്ക്കകത്തിട്ട് നേരം ഈ റൂമിൻ്റെ അകത്ത് എന്തോ ഉള്ളതെന്നറിയോ? ബോൺപുറ്റ ഉള്ളതെല്ലാം കണ്ണാടി അലമാരിക്കകത്ത് വെച്ചേക്കുക. നിരത്തി വരുന്നവർ കാണും. ഇതെല്ലാം തിരുന്നുണ്ട് അപ്പച്ചന് കൊടുക്കത്തില്ല. ഈ പെണ്ണുങ്ങൾ കക്കൂസി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കത്തില്ല. അന്നേരം അച്ഛൻ ചോദിച്ചു, അപ്പച്ച ഇതല്ലായിരുന്നു. അച്ഛൻ അപ്പച്ചൻ പറഞ്ഞു, അച്ഛോ എൻ്റെ കൈ തരുന്നല്ല എനിക്ക് തിന്നാൻ പറ്റൂ. ഈ അപ്പച്ചൻ എല്ലാത്തിനും ഈ 12 മക്കളും അവിടെ ഉണ്ട്. അപ്പച്ചൻ്റെ അന്ത്യം കാണാൻ അച്ഛൻ എല്ലാത്തിനും കൊണ്ട് ആക്കി. കൊച്ചമ്മ എന്ന് പറഞ്ഞു, നമുക്ക് അകത്ത് പോയിരിക്കാമെന്ന് പറഞ്ഞു. അപ്പച്ചൻ കിണത്തപ്പം കൊടുത്തു. ഒരു 5 മിനിറ്റ് കൊണ്ട് പുള്ളി തിന്നു തീർന്നു. ചിരിയാൻ കണ്ട് പാല് കണ്ടപ്പോൾ എന്തിനാ അപ്പച്ചന് ഇത് കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പച്ചന് അസുഖമില്ല. ഇന്ന് പറഞ്ഞതുപോലെ മാതാപിതാക്കളെ നോക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ നോക്കാതെ ദൈവത്തെ വിളിച്ചിട്ടൊന്നും കഥയില്ല. അപ്പച്ചൻ എപ്പോഴാണ് മരിക്കുന്നതെന്ന് ആരെങ്കിലും എൻ്റെ എനിക്ക് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്, ബ്രദറെ ഞങ്ങളുടെ അമ്മ എപ്പോഴാണ് മരിക്കുന്നത്, അപ്പൻ എപ്പോഴാണ് മരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ആലാച്ചാറുടെ പണിയൊന്നും എനിക്ക് തന്നിട്ടില്ല മോളെ, നീ പ്രാർത്ഥിക്കുക. അപ്പച്ചന് ദീർഘായുസുണ്ട്. അങ്ങനൊന്നും പറയില്ലായിരുന്നു ബ്രദറെ, അങ്ങനൊന്നും പറയില്ല. അന്നേരം നിന്റെ മാതാവിനെയാണെങ്കിൽ നിനക്ക് നോക്കാമല്ലോ. അമ്മായിപ്പനെ നോക്കാൻ പറ്റും, അമ്മായിമ്മയെ നോക്കാൻ പറ്റും. അങ്ങനല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ. അതായത് നീ ദീർഘനാൾ ജീവിച്ചിരിക്കുന്നതിന് നിന്റെ ദൈവമായ കർത്താവിനെ തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാൻ വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നിനക്ക് ആയുസ്സുണ്ടാവാനാ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട മാതാപിതാക്കൾ എങ്ങോട്ടാണ് പോകേണ്ടത്? 50 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സ് കഴിഞ്ഞാൽ ഉപ്പിടാൻ ഒരു സ്നേഹമാണെന്നറിയാൻ വരും മക്കൾക്ക്. സ്നേഹം കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, ഉപ്പിട്ട് കഴിയുമ്പോണ്ടല്ലോ അനാഥാലയം ഗോളിറക്കി വിടും. എനിക്കറിയത്തില്ല. പണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ നിൽക്കുമ്പോൾ തൊടുപുഴയിൽ നിന്ന് ഒരു അമ്മച്ചിയെ കൊണ്ടുവന്നു. ഒരാങ്ങളെയും പെങ്ങളും, സ്വന്തം ഭാര്യയും ആങ്ങളെ കൂടെ കൂടിയാണ് ചെയ്തേക്കുന്നത്. ഞാൻ ഡി എഡീഷനിലാണ് നിൽക്കുന്നതെന്ന്. ജോഷുവ കുട്ടി എന്നവൻ്റെ പേര്. 6 ഏക്കറിൻ്റെ അകത്ത് കൈതച്ചക്കയുടെ വിൽപ്പന ആണെന്നപ്പം ഇവനെ ഇവിടെ ഡിവൈനിൽ കൊണ്ടുവന്ന് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിടാനായിട്ട് പോയി. ഈ പെണ്ണുമ്പിളെ സപ്പോർട്ട് ചെയ്തു. അന്നേരം എൻ്റെ എനിക്ക് വന്നു, ബ്രദറെ അവൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞാ എനിക്ക് ഇറക്കി വിടാൻ പറ്റത്തില്ല. ഇന്ന് പനക്കിൽ അച്ഛൻ നീ വിളിക്കും, നീ പോയിക്കോളാം. നല്ല സാമ്പത്തികമുള്ളതാണ്. അമ്മച്ചിയെ രാത്രിക്ക് 1 മണിയായപ്പം റോഡ് ഇറക്കി വിട്ടു ജീപ്പേൽ. അമ്മച്ചി എങ്ങനെയോ എങ്ങനെങ്കിലും ഭാഗത്ത് ചെന്നു മോനെ ഡിവൈനിലും കൊണ്ടുപോയി. അവസാനം ദൈവം ഇടപെട്ടു. പനക്കിലച്ഛൻ വിളിച്ച് പറഞ്ഞു, അവനെ ഇറക്കിക്കൊണ്ട് പോയി. ആ പെണ്ണുമ്പിള പറഞ്ഞു, ഇയാൾ ഒറ്റ വിട്ടു. ഞാൻ പറഞ്ഞു, നിന്റെ ചെവിക്കുട്ടിക്ക് ഞാനായിരുന്നു അടി വെട്ടിച്ചേനെന്ന്. അതായത് ഞാൻ പറഞ്ഞത്, ഇന്ന് സ്വന്തം ഭർത്താവിനെ അനുകരിക്കാത്ത കാലമാണ്, മക്കളെ അനുകരിക്കാത്ത കാലമാണ്. മാതാപിതാക്കളെ നോക്കുവാൻ ദീർഘായുസ് ഉണ്ടാവാൻ എന്ത് ചെയ്യണം? നീ നോക്കണമെന്നാണ് പറഞ്ഞത്. നമ്മളിന്ന് നോക്കാൻ നമ്മുടെ ജീവിതം ഒന്നും ഈ കേൾക്കുന്നതൊന്നും ആത്മപരിശോധന. ഞാൻ എൻ്റെ അപ്പനെ നോക്കിയിട്ടുണ്ട്. ജോലി കളഞ്ഞ് ഞാൻ എൻ്റെ അപ്പനെ ഇവിടെ വന്ന് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. നോക്കാതൊന്നും അല്ല. നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ മറ്റുള്ളത്. നമ്മളെ കണ്ടുപിടിക്കണം നമ്മുടെ മക്കള്. നീ എത്രമാത്രം ബഹുമാനിക്കുന്നത്. എൻ്റെ അപ്പനെ അമ്മയെ ഞാൻ ബഹുമാനിച്ച് എൻ്റെ മക്കളെ ബഹുമാനിക്കും. ഇല്ലെങ്കിൽ അതുപോലെ ചെയ്യും. ആഹാരം കൊടുക്കത്തില്ല,
ആർക്കും വേണ്ടാത്ത പട്ടിക്ക് കൊടുക്കുന്നതിന് കൊണ്ടുപോയി കൊടുക്കും. ഒരു മാതാപിതാക്കളൊക്കെ അങ്ങനെയാണോ സ്നേഹിക്കുന്നത്? നിന്റെ അമ്മയാണെന്ന് നീ ചെയ്യും. നമ്മുടെ അമ്മമാരെയും ചെയ്യുന്നുണ്ടത് വേറെ സത്യം. ഇന്ന് എല്ലാം സ്വത്തും പണവുമാണ്. ജീവിതത്തിൻ്റെ മുന്നിൽ മാതാപിതാക്കളെ നോക്കാൻ നമുക്ക് വരുന്ന ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അവരെ കണ്ടുപിടിക്കും. അവരുടെ മാതാപിതാക്കളൊന്നും അത് അവരെ ഏത് നേരം എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ മാതാപിതാക്കളെ എവിടാ എന്നാൽ നീ ഒന്നിച്ചു കൊണ്ടുപോകും ഇല്ല. ഒരാളെ കാസർഗോഡ് കൊണ്ടുപോകും, ഒരാളെ കൊല്ലൂർ കൊണ്ടുപോകും, ഒരാളെ പത്തനാപുരത്ത് കൊണ്ടുപോകും, ഒരാളെ കോന്നി കൊണ്ടുപോകും. അവർ തങ്ങളിലൊന്ന് വിളിക്കാനോ ഒന്ന് സംസാരിക്കാനോ അവർക്ക് സ്നേഹമില്ല. ആ പ്രായമായ സമയത്താണ് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവർ തങ്ങൾ ഇരുന്ന് പല കാര്യങ്ങളും പറയാനുണ്ടെന്നേ. നിങ്ങൾ കൊണ്ടുപോകും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല കൊണ്ടുപോകണ്ടേ. മാതാപിതാക്കളെ അനുസരിക്കാൻ നമുക്ക് ബാധ്യസ്ഥ. അവർ 9 മാസം ചുമന്ന് 9 ദിവസം ചുമന്ന് നമ്മളെ വളർത്തിയതല്ലേ. ആ വളർത്തുന്നത് നമുക്കറിയാൻ വയ്യാതെ പോയാൽ എങ്ങനെ എന്താവും? നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അറിയോ? നമുക്ക് ഈ പ്രായമൊക്കെ വരും. അന്നേരം കരഞ്ഞിട്ട് കഥയില്ല കേട്ടോ. പണ്ട് അറിയാമല്ലോ, ചേട്ടയ്ക്കകത്ത് അപ്പനും ആഹാരം കൊടുത്ത മോനെടുത്ത് മാറ്റി വെച്ചു. അതെന്തിനാന്ന് ചോദിച്ചമ്മ പപ്പായ്ക്ക് തരാനാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഈ വന്ന കാലത്ത് മാതാപിതാക്കളെ നമ്മൾ വളർത്തേണ്ടിവരാം, നമ്മൾ നോക്കേണ്ടിവരാം. അവർക്കെന്തോ വേണം, ഇച്ചിരി ആഹാരം വേണം. ഇന്ന് മാതാപിതാക്കളെ മക്കളെ നോക്കാനാകുണ്ടോ? ഇന്ന് വല്ലവനും കൂടെ പോവില്ലയോ എന്താ മാതാപിതാക്കൾ ഇവിടെ അനാഥാലയത്തില്ല. ഈ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി കഥകൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആരുമില്ല. വേലക്കാരൻ എന്തിയേ അനാഥാലയം, ബിർളമന്ദിരം വേണ്ട, അങ്ങോട്ട് വരികയേ വേണ്ട. ഇതെന്നും പറയാം. അതാണോ പറഞ്ഞേ? നിങ്ങളെയൊക്കെ വളർത്തി വലുതാക്കി മേപ്പോട്ട് 2 നില കെട്ടണമെന്ന് വെച്ച ഇതിനാണോ? അതാ നിനക്ക് നന്മ ഉണ്ടാവാൻ നിന്റെ മാതാപിതാക്കളെ നോക്കണോ തമ്പുരാൻ പറഞ്ഞേ ആവർത്തന പുസ്തകത്തിൽ. അത് ബൈബിളിൽ തമ്പുരാൻ അറിയാം. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്, തിരിഞ്ഞു നോക്ക്. നാളെ നമ്മുടെ അവസ്ഥ ഇതുപോലെ വരും. നല്ലവനായ സ്വർഗ്ഗപിതാവേ, ഈ പകൽ വേലയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, അവിടെ ആയി ഭൂകമ്പങ്ങളും ദൈവമേ അതിദാരുണമായ ദുഃഖങ്ങളും പ്രയാസങ്ങളും നിൽക്കുമ്പോൾ കർത്താവേ, എല്ലാവർക്കും സമാധാനവും സന്തോഷവും കൊടുത്ത് ദൈവമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥന കർത്താവേ. അനേകരിൽ ദുഃഖത്താൽ ഭാരത്താൽ പ്രയാസത്താൽ കഴിയുമ്പോൾ ദൈവമേ ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം തന്ന വസ്ത്രം തീറ്റിപ്പൂറ്റിയ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, പരിശുദ്ധാത്മാവ് നിറയ്ക്കണേ, ബന്ധനങ്ങൾ അഴിയണേ, അസ്വസ്ഥങ്ങളെ കെട്ടണമേ. ഇതാ യുവാപ്രായമത്തെ എല്ലാ യുവതിയുവാക്കളെയും നിന്റെ കരങ്ങളിൽ നിന്നും, സാമ്പത്തിക മേഖലയിൽ കിടക്കുന്ന എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിൽ, അനാഥനും വിധവനും പിതാവെ എല്ലാവർക്കും വിധവ ആരുമില്ലാത്തവർക്ക് ദൈവം അനാഥനും വിധം ദൈവമുണ്ടല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന്റെ കരങ്ങളെ കൂടെ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നീ ആരെങ്കിലും സാമ്പത്തിക മേഖല ദൈവം ജപ്തി നോട്ടീസ് കഴിയുന്ന അനേകരെ നിന്റെ കരങ്ങൾ തരുന്നു. വീടപെണ്ണെ സംസാരിക്കണേ കർത്താവെ. ദൈവമേ വീടില്ലാത്തവരെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. ദൈവമേ ഉപജീവന മാർഗത്തിന് വഴിയില്ലാത്തവർ കർത്താവെ നീ അനുഗ്രഹിക്കണ കർത്താവെ. നീ ദൈവമേ പല രോഗത്താൽ കിടക്കുന്നവരെ, ദൈവമേ രോഗത്തിന് മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാത്തവരെ, ഇവരെല്ലാം നിന്റെ കരങ്ങളിൽ തരുന്നു. യേശുവിൻ്റെ ഇടത്താൽ കഴിയും. യേശു നാമത്തിൽ തന്നെ ആമേൻ.